SIT നടത്തിയ ഏറ്റവും വലിയ നീക്കമായിരുന്നു ഇന്ന് തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ്. കട്ടിളപ്പാളിയിലെ സ്വർണം, പ്രഭാപാളി എന്നിവ കൊണ്ടുപോയിട്ടും തന്ത്രി ഇടപെട്ടില്ല. പ്രതികൾക്കൊപ്പം ലാഭമുണ്ടാക്കി 13ാം പ്രതിയായി മാറി. വിജയകുമാർ, ശരിക്കും ഈ തന്ത്രിയുടെ കുടുംബാംഗം, എനിക്ക് തോന്നുന്നു രാഹുൽ ഈശ്വർ തന്നെ ഇന്ന് വിജയകുമാറിനോട് കുറച്ചധികം സമയം നമ്മുടെ ചാനലിൽ തന്നെ തർക്കിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കുടുംബാംഗങ്ങൾ അവരെ ന്യായീകരിക്കുന്നത് എങ്ങനെയാണ്, പ്രത്യേകിച്ച് തന്ത്രിയെ? ഇതിൽ തന്ത്രി അല്ലെങ്കിൽ തന്ത്രിയുടെ വക്താക്കൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ അനുജ്ഞ, അതായത് ശബരിമല ശ്രീകോവിലുമായി ബന്ധപ്പെട്ട ആ ക്ഷേത്രത്തിലെ ആചാരവുമായി ബന്ധപ്പെട്ട ഏത് വിഷയത്തിലും അവസാനം വാക്ക് മറുപടി പറയേണ്ടത് തന്ത്രിയാണ്. അത് സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. തന്ത്രി പറയുന്ന കാര്യങ്ങളിൽ സാധാരണ കോടതികൾ പോലും ഇടപെടാറില്ല. കാരണം അത് ആചാരവുമായി ബന്ധപ്പെട്ട, അവിടുത്തെ ആധ്യാത്മികവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് അതിൽ സാധാരണ കോടതികൾ പോലും ഇടപെടാറില്ല. ഇപ്പോൾ ശബരിമലയിലെ ഇപ്പോൾ ശ്രീകോവിലിലെ സ്വർണ്ണപ്പാളി നവീകരിക്കുക, അല്ലെങ്കിൽ കട്ടിളപ്പാളി നവീകരിക്കുക, അല്ലെങ്കിൽ അയ്യപ്പൻ്റെ വിഗ്രഹവുമായി ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും കാര്യങ്ങളിൽ അവസാന തീർപ്പ് കൽപ്പിക്കുന്നയാൾ തന്ത്രിയാണ്. അപ്പോൾ ഇവിടെ സ്വർണ്ണപ്പാളി നവീകരണത്തിന് തന്ത്രിയുടെ അനുജ്ഞയുണ്ടായിരുന്നു എന്നതാണ് ദേവസ്വം ബോർഡ്. ഇപ്പോൾ പത്മകുമാർ ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലായപ്പോൾ അവരൊക്കെ പറഞ്ഞതാണ് അവർക്ക് തന്ത്രിയുടെ അനുമതിയോടെയാണ് ഇതൊക്കെ ചെയ്തതെന്ന്. അപ്പോൾ തന്ത്രി കേവലം ഇത്തരമൊരു ആവശ്യം വരുമ്പോൾ അതിന് അനുമതി നൽകുക മാത്രമാണ്. അത് എന്താണ് സാധാരണഗതിയിൽ നടക്കുന്ന ഒരു നടപടി മാത്രമാണ്. അതിനപ്പുറത്തേക്ക് അതിൽ യാതൊരു തരത്തിലുള്ള പങ്കും തന്ത്രിക്കില്ല. ദേവസ്വം ബോർഡ് ഈ ക്ഷേത്രത്തിലെ ഇന്ന ഭാഗങ്ങളിൽ പ്രശ്നമുണ്ട്, അതുകൊണ്ട് അത് നമുക്ക് നവീകരിക്കണമെന്ന് പറഞ്ഞാൽ വേണ്ട എന്ന് തന്ത്രി പറയില്ല. അത് വൃത്തിയായി ഇരിക്കട്ടെ എന്നതുകൊണ്ട് അതിന് അനുമതി നൽകുകയാണ് പതിവ്. അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല എന്നതാണ് ഇതിൽ തന്ത്രി കുടുംബാംഗങ്ങളുടെ വക്താക്കൾ ഉന്നയിക്കുന്ന ഒരു ന്യായം. ആ ന്യായം മുഖവിലക്കെടുത്ത് അല്ല SIT മുന്നോട്ട് പോയിരിക്കുന്നത്. അതിൽ SIT പറയുന്നത് ഇതാണ്: അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു നവീകരണത്തിന് അനുമതി ചോദിക്കുമ്പോൾ തന്ത്രി അതിന് അനുജ്ഞ നൽകുകയാണ് എങ്കിൽ ആ അനുജ്ഞ നൽകിയതിൻ്റെ ഭാഗമായി ഒരു പ്രതിഫലം കിട്ടിയിട്ടുണ്ട്, ഒരു ലാഭവിഹിതം കിട്ടിയിട്ടുണ്ട് എങ്കിൽ അത് ആ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നാണ് SIT പറയുന്നത്. ഇവിടെ ഈ ക്ഷേത്രത്തിലെ ദ്വാരപാലക പാളികൾ, ശില്പത്തിലെ പാളികൾ നമുക്കറിയാം, അത് നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതിലെ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടെ തന്ത്രി ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന കട്ടിളപ്പാളി കേസിലാണ്. ആ കട്ടിളപ്പാളിയിലും സമാനമായ ക്രമക്കേടും തട്ടിപ്പും സ്വർണ്ണമോഷണവും നടന്നിട്ടുണ്ട്. അപ്പോൾ ആ സ്വർണ്ണമോഷണത്തിന് കൂട്ടുനിൽക്കുന്ന തരത്തിൽ തന്ത്രി ഇടപെടൽ നടത്തിയെന്നതാണ് SITയുടെ കണ്ടെത്തൽ. അങ്ങനെ ഇടപെടൽ നടത്തിയപ്പോൾ ആ സ്വർണം അവിടെ നിന്ന്, ഇപ്പോൾ ആ കട്ടിളപ്പാളി അവിടെ നിന്ന് കൊണ്ടുപോകാൻ അനുജ്ഞ നൽകുക വഴി ആ ക്രമക്കേടിന് കൂട്ടുനിൽക്കുകയും അതിൻ്റെ ഭാഗമായ ലാഭവിഹിതം തന്ത്രിക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. തന്നെയുമല്ല, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ ഒരു സർവാധികാരിക്കാരനെ പോലെ ഇടപെടാൻ, എല്ലായിടത്തും കയറി ചെല്ലാൻ, എപ്പോഴും അവിടെ വരാൻ തക്ക നിലയിൽ അയാളെ കരുത്തനാക്കിയത്, അയാൾക്ക് അവസരമൊരുക്കിയത് കണ്ഠരര് രാജീവരാണ് എന്നതാണ് SITയുടെ മറ്റൊരു ഒരു നിരീക്ഷണം, ഒരു കണ്ടെത്തൽ. അതാണ്. അപ്പോൾ ഇരുവരും തമ്മിലുള്ള അടുത്ത ബന്ധം, ആ ബന്ധം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മറ്റു പല ആവശ്യങ്ങൾ ഉപയോഗിച്ചു, അത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ എത്തി നിൽക്കുന്നു എന്നതാണ് SITയുടെ നിഗമനം. അതാണ് SIT മുന്നോട്ട് വയ്ക്കുന്നത്. അതിനൊരു ജുഡീഷ്യൽ സ്ക്രൂട്ടണിയൊക്കെ നടക്കുന്നത് ഇനി ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിലായിരിക്കും. ആ സമയത്ത് എന്താണ് തന്ത്രി കുടുംബാംഗങ്ങൾക്ക് അല്ലെങ്കിൽ തന്ത്രിക്ക് നിയമപരമായി പറയാനുള്ളത് എന്നത് ആ ഘട്ടത്തിൽ കോടതിയിൽ അറിയാം. അതിൻ്റെ സൂചന അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ ഇപ്പോൾ നൽകിയിരിക്കുന്ന അനുജ്ഞ നൽകുക എന്ന് വെച്ചാൽ അത് ഇന്ത്യൻ ശിക്ഷാ നിയമം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ അനുജ്ഞ നൽകി അല്ലെങ്കിൽ ഒരു ആചാര കാര്യം അതിന് അനുമതി നൽകി എന്നത് ഏതെങ്കിലും ഒരു തരത്തിൽ ശിക്ഷാർഹമായ എന്തെങ്കിലും ഒന്നാണോ, അല്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ കുറ്റകൃത്യമാണോ എന്ന ചോദ്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അതായിരിക്കും കോടതിയിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയ വാദം. തന്ത്രി കുടുംബത്തെ സംബന്ധിച്ച്, തന്ത്രിയെ സംബന്ധിച്ച് അതിന് SIT എന്തൊക്കെ മറുപടി പറയും എന്നതൊക്കെ 13-ന് ഈ ജാമ്യാപേക്ഷ കോടതി വിശദമായി പരിഗണിക്കുന്ന ഘട്ടത്തിൽ വ്യക്തമാകും. തന്നെയുമല്ല, മുഴുവൻ വിവരങ്ങളും ഈ തന്ത്രിയുമായി ബന്ധപ്പെട്ട കണ്ടെത്തലുകൾ മുഴുവനൊന്നും ഈ റിമാൻഡ് റിപ്പോർട്ടിൻ്റെ ഒന്നും ഭാഗമാക്കില്ല. അതിൽ പ്രാഥമികമായ കാര്യങ്ങൾ മാത്രമേ SIT പറയൂ. അവിടെയും അവരെത്രയും പറഞ്ഞിട്ടുള്ളൂ. ബാക്കി അവരുടെ കണ്ടെത്തലുകളൊക്കെ അവർ കോടതിയിൽ സമയാസമയങ്ങളിലായിരിക്കും അറിയിക്കുക. ഓക്കെ, താങ്ക് യു S വിജയകുമാർ. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിഞ്ഞതുപോലെ SIT അറസ്റ്റ് ചെയ്ത കണ്ഠരര് രാജീവർ 14 ദിവസം റിമാൻഡിലായി അദ്ദേഹം ജയിലിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.